ദിവസങ്ങൾ നീണ്ട ആകാംക്ഷകൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി ലിയോ 14 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 2 ദിവസത്തോളം നീണ്ട വോട്ടിംഗ് പ്രക്രിയയ്ക്ക് ശേഷമാണ് അമേരിക്കയിലെ ഷിക്കാഗോ സ്വദേശിയായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് 69-കാരൻ കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 4ാം റൗണ്ട് തിരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. പോപ്പ് ലിയോ 14 പഠിച്ചത് എവിടെ? തെക്കൻ ഷിക്കാഗോയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് മേരി ഓഫ് ദി അസംഷൻ പള്ളിയോട് ചേർന്നുള്ള സ്കൂളിലാണ് പ്രിവോസ്റ്റ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതെന്ന് ഫോബ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടമാണ് അദ്ദേഹത്തെ മതപരമായ കാര്യങ്ങളോട് അടുപ്പിച്ചത്. ശേഷം സെയിന്റ് അഗസ്റ്റിൻ സെമിനാരി ഹൈസ്കൂളിൽ ചേർന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വില്ലനോവ യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്രം പഠിക്കാനായി പോയി. അത് കഴിഞ്ഞ് ഷിക്കാഗോയിലെ തന്റെ ജന്മനാട്ടിലേക്ക് അദ്ദേഹം മടങ്ങി. തുടർന്ന് ഏറെ പ്രശസ്തമായ തിയോളജിക്കൽ യൂണിയൻ ഓഫ് ഷിക്കാഗോയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി. ഇതിനിടെ അദ്ദേഹം പാർട്ട് ടൈമായി ഗണിതശാസ്ത്രം പഠിപ്പിച്ചിരുന്നു. കൂടാതെ ഇടയ്ക്ക് ഷിക്കാഗോയിലെ സെയിന്റ് റീത്ത ഹൈസ്കൂളിൽ ഭൗതികശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി അദ്ദേഹം വിദേശത്തേക്ക് പോയി. 1982 കാനൂൺ നിയമം പഠിക്കുന്നതിനായി അദ്ദേഹം റോമിലെത്തി. ഈ സമയത്താണ് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചത്. പഠന കാലഘട്ടം അവസാനിച്ച ശേഷം റോമിലെ തന്റെ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കിയതിന് പിന്നാലെ 1985 പെറുവിലെ ചുലക്കാനാസ് രൂപതയുടെ ചുമതല വഹിച്ചു. 1987 അദ്ദേഹം തന്റെ PhD പൂർത്തിയാക്കിയതായി ഫോബ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 1999 ഷിക്കാഗോയിലെ അഗസ്റ്റീനിയൻ പ്രോവിൻസിനെ നയിക്കാൻ അദ്ദേഹം വീണ്ടും ഷിക്കാഗോയിലെത്തി. നിരവധി കത്തോലിക്ക സ്ഥാപനങ്ങളുടെ നേതൃപദവി വഹിച്ചു. 2017 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വീണ്ടും പെറുവിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം ബിഷപ്പായി നിയമിതനായി. ഈ കാലയളവിൽ അദ്ദേഹത്തിന് പെറു പൗരത്വവും ലഭിച്ചു. 2023 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 2000 വർഷത്തിലധികം നീളുന്ന കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു കർദിനാളിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നത്. 13ാം നൂറ്റാണ്ടിൽ രൂപീകൃതമായ സെയിന്റ് അഗസ്റ്റിൻ സഭയുടെ മുൻ ജനറലായിരുന്നു പ്രിവോസ്റ്റ്. ദാരിദ്ര്യം, സേവനം, സുവിശേഷ പ്രഘോഷണം എന്നിവയ്ക്കായി സമർപ്പിച്ചിരുന്ന സന്യാസ സഭയാണിത്. ദൈവശാസ്ത്രത്തിലും ഭക്തിയിലും പ്രഗത്ഭനായിരുന്ന 5ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിപ്പോയിലെ സെയിന്റ് അഗസ്റ്റിന്റെ പേരിലാണ് ഈ സന്യാസ സഭ രൂപീകരിച്ചത്. ഈ സന്യാസ സഭയ്ക്ക് ഏകദേശം 50 രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ടെന്ന് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നു. ധ്യാനത്തിലൂന്നിയ ആത്മീയത, സാമൂഹിക ജീവിതം, മറ്റുള്ളവരെ സേവിക്കൽ എന്നിവയിൽ വേരൂന്നിയതാണ് അവരുടെ ജീവിതം.